ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എന്താ ചന്ദൻമടയിലെ ഊർമിള ദേവിയുടെ കണക്കൊക്കെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത് കിച്ചണിൽ. ഞാൻ ഓഫീസിൽ നിന്ന് വന്നതാണ്. എനിക്ക് ഈ ഉടുപ്പ് എൻ്റെ ജിൻസി ചേച്ചി എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്ന ഉടുപ്പാണ്. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര മഞ്ഞയുടെ ആളാണ് ഞാൻ മൂസിയൊക്കെ. അപ്പം നമുക്കിന്ന് ഫുഡ് ഉണ്ടാക്കാം. അയിലക്കറിയും അയില വറുത്തതുമായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചൂടൊന്നാക്കുക, പച്ചമണം മാറുന്നത് വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളിയും പിന്നെ അതുപോലെ തന്നെ കൊച്ചുള്ളിയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്, പക്ഷേ കൊച്ചുള്ളി നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. പിന്നെ സവാളയും പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റുക. പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത്. ഇതൊക്കെ എൻ്റെ രീതിയാണ്. ഇത് കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പാചകം അറിയാമെന്നുള്ള രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കാര്യമായിട്ടൊന്നും ഫുഡ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിലും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അത് ഭയങ്കര വലിയ മേന്മ പോലൊന്നും അല്ല ഞാൻ പറയുന്നത്, അത് ശരിയായിട്ടുള്ള കാര്യമില്ലെന്നൊക്കെ എനിക്കറിയാം. എന്നിരുന്നാലും ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ഫുഡ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെയുള്ള മിക്സ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് തിളയ്ക്കാൻ വെക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫിഷ് മസാല ഇട്ടു, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇട്ടിരുന്നു, പിന്നെ നമ്മൾ കുറച്ച് വാളൻപുളിയും കൂടി ഇട്ടു. പിന്നെ ഇത് കാണുന്ന ചില ആൾക്കാർ വിചാരിക്കും, എന്തോ കൊച്ചേ നിനക്കൊന്നും ഇത്രയും നാളായിട്ടും ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ വിചാരിക്കും. അറിയില്ല, പക്ഷേ സർവൈവ് ചെയ്യാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയും. അതായത് അത്ര നന്നായിട്ട് ഉമ്മാമാരൊന്നും വെക്കുന്ന എനിക്ക് അറിയില്ലെങ്കിലും സർവൈവ് ചെയ്യാനുള്ള ഫുഡൊക്കെ വെക്കും. ചില ആൾക്കാരിങ്ങനെ ജഡ്ജ് ചെയ്ത് വെക്കുമല്ലോ, ഇത്രയും നാളായിട്ട് വെക്കുന്നൊന്നും അറിയത്തില്ല എന്ന് പറയില്ലേ, അവരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. കാരണം എന്നെ ഒരുപാട് ഇഷ്ടമുള്ള പേഴ്സണലി കുറേ ആൾക്കാരുണ്ടല്ലോ, ഞാൻ ചെയ്യുന്നതെല്ലാം ഭയങ്കര നെഗറ്റീവായിട്ട് എടുത്ത് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ ചുറ്റിനും. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ നമ്മൾ മീൻ വറുക്കാൻ സൈഡിൽ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മണമൊക്കെ വന്നു. നിങ്ങൾ വിചാരിക്കും ഞാൻ പുളു അടിക്കുവാണെന്ന്. സീരിയസ്ലി ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ കറിക്ക്. ഞാൻ പ്രോപ്പറായിട്ടൊന്നും അല്ല അളവെടുത്ത, പക്ഷെ എന്നിരുന്നാലും മാഷാഅല്ലാഹ് സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കിച്ചൺ ഫുള്ള് വൃത്തിയാക്കി. എനിക്കത് നിർബന്ധമാണ്. പിന്നെ ഞാനിതെല്ലാം കണ്ട് നിർവൃത്തി അടഞ്ഞു. ഇന്നത്തെ ഫുഡൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേടെ.